കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPIM പ്രവർത്തകർക്ക് കൂട്ടപ്പരോൾ. CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച കേസിലെ ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായ രക്തസാക്ഷികളുടെ കുടുംബവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും രംഗത്ത് വന്നു. പെരിയ കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 2 പ്രതികൾക്ക് കൂടിയാണ് 1 മാസത്തേക്ക് പരോൾ അനുവദിച്ചത്. ഒന്നാം പ്രതി പീതാംബരൻ, 7ാം പ്രതി അശ്വിൻ എന്ന അപ്പു എന്നിവർക്കാണ് പരോൾ ലഭിച്ചത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് പരോൾ. പീതാംബരൻ രാവണീശ്വരത്തും അശ്വിൻ ബേടകത്തുമുള്ള ബന്ധുവീടുകളിലാണ് കഴിയുന്നത്. കേസിലെ 2ാം പ്രതിയായ സജി സി ജോർജിന് കഴിഞ്ഞ ദിവസം പരോൾ അനുവദിച്ചിരുന്നു. ഇയാൾ കണ്ണൂർ ജില്ലയിലെ ബന്ധുവീട്ടിലാണ് കഴിയുന്നത്. കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേരെ 5 വർഷം തടവും വിധിച്ചിരുന്നു. ഇവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു. കൂട്ടപ്പരോളിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാട്ടം തുടരാനാണ് കോൺഗ്രസിന്റെയും കൊല്ലപ്പെട്ടവരുടെയും കുടുംബത്തിന്റെ തീരുമാനം. നിയമത്തെ കേരളം ഭരിക്കുന്ന CPM പാർട്ടിയും പിണറായി വിജയനും നിയമവ്യവസ്ഥയെ അട്ടിമറിക്കപ്പെടുകയാണ്. സ്വാഭാവികമായും തുടരെ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾക്ക്, ക്രിമിനലുകൾക്ക് പരോൾ അനുവദിക്കുന്നത് നാട്ടിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കും, നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കും. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികളെ കൂടെ നിർത്തിക്കൊണ്ട് വലിയ പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. ഇതിനിടയിൽ 5ാം പ്രതിയായ ഗിജിൻ ഗംഗാധരന്റെ പിതാവും CPM പ്രവർത്തകനുമായ കല്യോട്ടെ ഗംഗാധരൻ നായർക്ക് നേരെയുണ്ടായ കയ്യേറ്റ സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്തു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.